എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കേക്ക്സിക്കിളും അതുപോലെ തന്നെ കേക്ക് പോപ്സും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ എല്ലാ ബർത്ത്ഡേ പാർട്ടി ആയാലും ആനിവേഴ്സറി ആയാലും ബേബി ഷവർ ആയാലും കേക്ക്സിക്കിൾസും അതുപോലെ കേക്ക് പോപ്സും ഒരു പ്രധാന ഘടകമാണ്. വളരെ എളുപ്പത്തിൽ യാതൊരുവിധ മൗൾഡും ഇല്ലാതെ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക്സിക്കിൾസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് കേക്കാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഏത് കേക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിട്ട ബട്ടർ കേക്കാണ്. ഇതിൻ്റെ ഒരു 7 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്നുണ്ടോ അത്രയും എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ കേക്ക് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലങ്ങനെ വാനില കേക്ക് വേണമെന്നൊന്നുമില്ല. ചോക്ലേറ്റ് കേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കേക്കും ഇതിൽ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ കൈവച്ചിട്ട് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് ആണ്. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഉള്ളതാണ്, പഞ്ചസാരയും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ക്രീം ചീസ് എടുക്കാം, ബട്ടർ ക്രീം എടുക്കാം, ഇഷ്ടമുള്ള ഏത് ഫ്രോസ്റ്റിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ കേക്കൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഫ്രോസ്റ്റിംഗ് മതിയാകും. ഇപ്പോൾ ഇത് നമുക്ക് ഉരുട്ടാൻ പരുവത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്ക് പോപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതുപോലെ ഉരുളകളാക്കുക. അതിനുശേഷം കൈവച്ചിട്ട് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് ലോലിപോപ്പിൻ്റെ സ്റ്റിക്ക് കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്കും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. കേക്ക്സിക്കിൾസ് എന്ന് പറയുമ്പോൾ ചോക്കോബാറിൻ്റെ ഒരു ഷേപ്പിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ചോക്കോബാറിൻ്റെ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്കോബാറിൻ്റെ സ്റ്റിക്കും ഇതിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പകുതി വരെ. ഇനി കേക്ക്സിക്കിൾസ് ഇതുപോലെ തയ്യാറാക്കാനുള്ള മൗൾഡുകൾ മാർക്കറ്റിലും അതുപോലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്ക്സിക്കിൾസിൻ്റെ മൗൾഡ് വാങ്ങിച്ച് വെച്ചാൽ പിന്നെ അത് ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാത്തത് കൈവച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളൊരു പാനിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അത് നിരത്തിയിട്ട് നമ്മളിനി ഇത് ഫ്രീസ് ചെയ്യാൻ പോവാണ്. ഫ്രീസ് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. ഇത് നന്നായിട്ട് സെറ്റാക്കിയിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കേക്ക്സിക്കിളും അതുപോലെ തന്നെ 5 കേക്ക് പോപ്സാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മളിപ്പം 8 മണിക്കൂറാണ് ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിന് 250 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു കപ്പിലാണിത് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മളിത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതായത് സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ടൊരു പാത്രം വെച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് പോപ്സും കേക്ക്സിക്കിൾസും നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രീസായി കിട്ടും. അപ്പോൾ നമുക്കിത് ഡിപ്പ് ചെയ്യുന്ന പാടെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഡിപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് പോപ്സൊക്കെ നല്ല ഹാർഡായിട്ടാണ് ഇപ്പം ഉള്ളത്. ഇതിനെ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്ത പാടെ തന്നെ സ്പ്രിങ്കിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തണുത്തിരിക്കുന്ന കാരണം ഇതൊന്ന് സെറ്റായി പോവും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക്സിക്കിൾസ് എങ്ങനെയാണ് ഡിപ്പ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം ഒന്ന് ചരിച്ചു കൊടുത്താൽ നമുക്കിത് ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചോക്ലേറ്റ് വേണ്ടി വരും നമ്മൾ ഇത്രയും കൂടെ ഡിപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കപ്പൊന്ന് ചെറുതായിട്ട് ചരിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും അതൊന്നാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാഴ്സിപ്പാൻ വെച്ചിട്ടുള്ള ഷേപ്പാണ് ഇതിലൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങി പോകുന്നതിന് മുൻപേ തന്നെ ഇത് പെട്ടെന്ന് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാഴ്സിപ്പാൻ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാഴ്സിപ്പാൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഷേപ്പ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. നല്ല ചോക്കോബാർ പോലെയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മോൾഡൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്